അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. മുനേസ്തവ പ്രഭാവാച്ച പരേശാനുഗ്രഹാത്തഥാ പശ്യതാം സർവലോകാനാമിള പുരുഷതാമഗാൽ. ഗുരുണാകൃത സംസ്കാര സുദ്യുമ്നോധ മനോസുത നിധിർ ബഭൂവ വിദ്യാനാം സരിതാമിവ സാഗര. അധകാലേന സുദ്യുമ്നസ്താരുണ്യം സമവാപ്യ ച മൃഗയാർത്ഥം വനം യാതോ ഹയമാരുഹ്യ സൈന്ധവം. വനാദ്വനാന്തരം ഗച്ഛൻ ബഹു ബഭ്രാമസാനുഗ ദൈവാദധസ്താദ്ധേമാദ്രേ സകുമാരോ വനം യയൗ. കസ്മിംശ്ചിത്സമയേ യത്ര ഭാര്യായാ പർണയാ സഹ അരമദ്ദേവദേവസ്തു ശങ്കരോ ഭഗവാൻ മുദാ. തദാ തു മുനയസ്തത്ര ശിവദർശനലാലസാ ആജഗ്മുര്യഥ താൻ ദൃഷ്ട്വാ ഗിരിജാ വ്രീഡിതോഭവൽ. രമമാണൗ തു തൗ ദൃഷ്ട്വാ ഗിരിശൗ സംശിതവ്രതാ നിവൃത്താ മുനയോ ജഗ്മുർ വൈകുണ്ഠനിലയം. തദാ പ്രിയായാ പ്രിയമന്വിച്ഛൻ ശിവോരണ്യം ശശാപഃ. അദ്യാരഭ്യ വിഷേദ്യോത്ര പുമാൻ യോഷിർഭവേദിതി. തതാരഭ്യ തം ദേശം
പുരുഷാ വർജയന്തി ഹി തത്ര പ്രവിഷ്ടസുദ്യുമ്നോ ബഭൂവ പ്രമദോത്തമ. സ്ത്രീഭൂതാനനുഗാനശ്വം ബഡവാം വീക്ഷ്യ വിസ്മിത അധ സാ സുന്ദരീ യോഷാ വിചചാര വനേ വനേ. ഏകദാ സാ ജഗാമാധ ബുധസ്യാശ്രമസന്നിധൗ ദൃഷ്ട്വാ താം ചാരു സർവാംഗീം പീനോന്നതപയോധരാം ബിംബോഷ്ഠീം കുന്ദദശനാം സുമുഖീമുൽപ്പലേക്ഷണാം അനംഗശരവിദ്ധാംഗശ്ചകമേ ഭഗവാൻ ബുധ. സാപിതം ചകമേ ശുഭ്രൂം കുമാരം സോമനന്ദനം തതസ്തസ്യാശ്രമേ വാത്സല്യമമാണ ബുധേന സാ. അധ കാലേന കിയതാ പുരൂരവസമാത്മജം സ തസ്യാം ജനയാമാസ മിത്രാവരുണസംഭവ. അധ വർഷേഷു യാതേഷു കദാചിൽ സാ ബുധാശ്രമേ സ്മൃത്വാ സ്വം പൂർവവൃത്താന്തം ദുഃഖിതാ നിർജഗാമഃ. ഗുരോരഥാശ്രമം ഗത്വാ വസിഷ്ഠസ്യ പ്രണമ്യതം നിവേദ്യ വൃത്തം ശരണം യയൗ പുംസ്ത്വമഭീപ്സതി. വസിഷ്ഠോ ജ്ഞാതവൃത്താന്തോ ഗത്വാ കൈലാസപർവതം സംപൂജ്യ ശംഭും തുഷ്ടാവ ഭക്തിയാ പരമയായുത. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 3-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 32 കൂടിയുള്ള ശ്ലോകങ്ങളുടെ നതോന്നതാവൃത്തത്തിലുള്ള തർജ്ജമയാണ് ഇപ്പോൾ പാടി അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. മഹർഷിയാം വസിഷ്ഠന്റെ തപപ്രഭാവത്തിനാലും മഹാദേവൻ തൻ്റെ അനുഗ്രഹത്തിനാലും മാന്യമഹാജനമെല്ലാം നോക്കി നിൽക്കേ ആശ്ചര്യത്താൽ മാറിയല്ലോ ഇളയൊരു പുരുഷനായി. സദ്ഗുരുവാം വസിഷ്ഠനു ആ കുഞ്ഞിനു വേണ്ടതായ സംസ്കാര കർമ്മങ്ങളെല്ലാം നടത്തിയല്ലോ. സരിത്തിനു സാഗരമതെന്ന പോലെ ആസുദ്യുമ്നൻ സകലമാം വിദ്യകൾക്കും നിധിയായി മാറി. കാലക്രമേണ സുദ്യുമ്നൻ താരുണ്യത്തെ പ്രാപിച്ചല്ലോ. കാട്ടിലേക്കു നായാട്ടിനായി പോകാനുറച്ചു. കരുത്തുള്ള സൈന്ധവദേശത്തുള്ളത കുതിരയിൽ, കരുത്തുള്ള സൈന്ധവദേശത്തുള്ളത കുതിരയിൽ കയറി ഞാൻ കാട്ടിലേക്കു ഗമിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വനങ്ങളിൽ നിരവധി കറങ്ങിനാൻ സുദ്യുമ്നനും വാജീവാഹനനായിട്ടു കൂട്ടുകാർക്കൊപ്പം. വിധി വൈപരീത്യം മൂലം ഹിമാദ്രിതൻ താഴ്വരയിൽ വനമൊന്നിലവസാനം എത്തിച്ചേർന്നല്ലോ.
പാതിയായ പാർവതിയാം അപർണയുമൊത്തൊരിക്കൽ പശുപതിനാഥനായ ഭഗവാൻ ശിവൻ പലവട്ടം പലവിധ ലീലയാടി വിഹരിച്ച പരമപവിത്രമാകും സ്ഥലം താനിത്. ആ വിധത്തിൽ ശങ്കരനും ഗിരിജയും രമിക്കവേ അവിടേക്കു വന്നു ചേർന്നു മഹർഷി വൃന്ദം. അപ്രതീക്ഷിതമായിട്ടു അവരെ കണ്ടതിനാലെ അത്യധികം നാണം പൂണ്ടു പാർവതി ദേവി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എല്ലാം മറന്നിരിക്കുന്ന പാർവതി ദേവിയോടൊപ്പം ഏണാങ്കശേഖരനെയും കണ്ട മുനിമാർ ഏറെ നേരം വൈകിയില്ല. അപ്പോൾ തന്നെ മടങ്ങിന ഏകാക്ഷരീപതിയുടെ വൈകുണ്ഠം തേടി. പ്രിയ പത്നി പാർവതിയോ ലജ്ജ മൂലം തല താഴ്ത്തി പ്രണവസ്വരൂപൻ ശിവൻ ഭാര്യ തന്നൂടെ പ്രിയത്തിന ശപിച്ചല്ലോ. ഈ വനത്തിൽ പ്രവേശിച്ചാൽ പുരുഷന്മാരെല്ലാം നൂനം സ്ത്രീകളായിടും. അന്നു മുതൽ പുരുഷന്മാർ ആരും കടക്കാറുമില്ല അതിവിചിത്രമായുള്ള ശാപത്തിനാലേ. ആവനത്തിൽ എത്തിച്ചേർന്ന സുദ്യുമ്നനാം കുമാരനു അതിസുന്ദരിയായൊരു സ്ത്രീയായി മാറി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൂടെയുള്ള കൂട്ടുകാരോ കൂട്ടുകാരികളായി മാറി. കുതിരയും ബടവയായി മാറി അത്ഭുതം. കനകാംഗിയായ രാജകുമാരന സുദ്യുമ്നനും കാനനങ്ങൾ തോറും യാത്ര തുടർന്നുവല്ലോ. കനകാംഗിയായി രാജകുമാരനാം സുദ്യുമ്നനും കാനനങ്ങൾ തോറും യാത്ര തുടർന്നുവല്ലോ. ചഞ്ചരാക്ഷിയാമവളോ സഞ്ചരിച്ചിടുന്ന നേരം ചന്ദ്രപുത്രൻ ബുധൻ തൻ്റെ ആശ്രമം കണ്ടു. ചലിക്കുന്ന സ്തനങ്ങളും ഉയർന്ന നീതംബവുമ ചാരേ വന്ന സുന്ദരിയെ കണ്ടു ബുധനും. ചെന്തൊണ്ടിപ്പഴത്തെ വെല്ലും അധരോഷ്ടങ്ങളുമൊപ്പം ചാരുതയേറും മുല്ലയ്ക്കു തുല്യമാം പല്ലും. ചലിക്കുന്ന നീലപത്മ നേത്രമുള്ളവളെ ബുധൻ ചിത്തെ ചേർത്തു അനങ്കശരപീഡിതനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവൾക്കുമാ സോമപുത്രൻ സോമരസ തുല്യനായി. ആ കുമാരനിവൾക്കും ആഗ്രഹമുണ്ടായി. അതിനാലെ ബുധനൊത്തു ആടിപ്പാടി രസിച്ചല്ലോ അദ്ദേഹത്തിനാശ്രമത്തിൽ സന്തോഷമോടെ. മാതകാംഗിയാമവളും സോമപുത്രൻ ബുധൻ താനും മോദത്തോടെ ഏറെ കാലം കഴിഞ്ഞുവല്ലോ. മിത്രാവരുണന്റെ പുത്ര ബുധൻ ജനിപ്പിച്ചവളിൽ മിത്രതുല്യനായ പുരൂരവസിനെയും. വർഷങ്ങളോ ഈ വിധത്തിൽ നിരവധി കഴിഞ്ഞപ്പോൾ സാരംഗനായി. വർഷങ്ങളോ ഈ വിധത്തിൽ നിരവധി കഴിഞ്ഞപ്പോൾ വരാംഗനയാകുമവൾ ചിന്തയിലാണ്ടു. വനത്തിലായി വന്നതും താൻ വനിതയായി മാറിയതും വന്നു ചിത്രം പോലവളോ ആശ്രമം വിട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ആചാര്യനാം വസിഷ്ഠന്റെ ആശ്രമത്തിൽ ചെന്നാനവൾ ആപാദത്തിൽ വീണു ഭക്ത്യ ഏവം പറഞ്ഞു: അടിയന്റെ കഥകളെ കേട്ടിടുക ഗുരുനാഥ, അരുളു പുരുഷ പ്രാപ്തിക്കുള്ളൊരുപായം. വിവരങ്ങളെല്ലാം വിധി പോലെ അറിഞ്ഞപ്പോൾ വസിഷ്ഠനാം മഹാമുനി തീരുമാനിച്ചു: വാനചാരികളും നമിക്കും കൈലാസത്തിങ്കലെത്തി വാമദേവ പൂജ ചെയ്തു ഏവം സ്തുതിച്ചു: അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, അമ്മേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 11ാമത്തെ ദിവസം. ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകം മുതൽ 32ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള നതോന്നതാവൃത്തത്തിലുള്ള ഭാഷാഗാനം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനി ആ ശ്ലോകങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 16ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു: മുനേസ്തവ പ്രഭാവാച്ച പരേശാനുഗ്രഹാ തഥാ പശ്യതാം സർവലോകാനാം ഇള പുരുഷതാമകാൽ. മുനിയുടെ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ടും അതേപോലെ സാക്ഷാൽ കൈലാസേശ്വരനായിരിക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരും നോക്കി നിൽക്കെ, പശ്യതാം സർവലോകാനാം, എല്ലാവരും നോക്കി നിൽക്കെ, ഇള പുരുഷതാമകാൽ, ഇള ഒരു പുരുഷനായി മാറി എന്ന് പറഞ്ഞു. എന്നിട്ടോ ഗുരുണാകൃത സംസ്കാര, ഗുരു തന്നെ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തു. സുദ്യുമ്നോധ മനോസുത, ആ സുദ്യുമ്നൻ എന്ന മനുവിൻ്റെ പുത്രന് പേരിട്ടു. ആ മനുപുത്രൻ നിധിർബഭൂവ വിദ്യാനാം സരിതാമിവ സാഗര, സരിത്തുക്കൾക്ക് സാഗരം ഏതുപോലെയാണോ അതേപോലെ തന്നെ സകല വിദ്യകളുടെയും നിധിയായി തീർന്നു ഈ സുദ്യുമ്നൻ, മഹാബുദ്ധിമാൻ. അങ്ങനെ എല്ലാ വിദ്യകളും പഠിച്ചു, സകല സർവവിദ്യകളുടെയും നിധിയായി മാറി. അധ കാലേന സുദ്യുമ്ന താരുണ്യം സമവാപ്യച്ച, കാലം എത്തിയപ്പോൾ സുദ്യുമ്നൻ താരുണ്യം സമവാപ്യച്ച, താരുണ്യത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മൃഗയാർത്ഥം വനം യാതോ ഹയമാരുഹ്യ സൈന്ധവം. സൈന്ധവം എന്ന് പറഞ്ഞാൽ ആ സൈന്ധവദേശത്ത് നിന്ന്, സിന്ധുദേശത്ത് നിന്ന് സമ്പാദിച്ച കുതിര. ആ ഹയം ആരുഹ്യ, കുതിരപ്പുറത്ത് കയറിയിട്ട് മൃഗയാർത്ഥം വനം യാതോ, ആ നായാട്ടിനായിട്ട് മൃഗയാവിനോദത്തിനായിട്ട് കാട്ടിലേക്ക് പോയി. എന്നിട്ടോ വനാദ്വനാന്തരം ഗച്ഛൻ ബഹുബഭ്രാമസാനുഗ ദൈവാദധസ്താധ്യാമാന്ത്രേ സകുമാരോ വനം യയോ
ഒരു വനത്തിൽ നിന്ന് വേറൊരു വനത്തിലേക്ക് അങ്ങനെ മാറി മാറി സഞ്ചരിച്ച് ദൈവാദധസ്ഥാന്ധേമാദ്രേ, അവിടെ ആ ദൈവവിധി, വിധി വൈപരീത്യം എന്നൊക്കെ പറയില്ലേ, അനുചരന്മാരോടുകൂടി ബഹുബഭ്രാമ, വളരെയധികം ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഹേമാദ്രേ, ഹിമാദ്രിയുടെ അടിവാരത്തുള്ള ഒരു വനത്തിലേക്ക് ഇദ്ദേഹം ഈ സുദ്യുമ്നൻ എത്തിച്ചേർന്നു. കസ്മിംശ്ചിൽ സമയേ യത്ര ഭാര്യയാപർണയാ സഹ അരമദേവദേവസ്തു ശങ്കരോ ഭഗവാൻ മുദാ. ഭഗവാൻ ശങ്കര, സാക്ഷാൽ മഹാദേവൻ, പണ്ടൊരിക്കൽ ഭാര്യയായ അപർണയോടുകൂടി, അപർണ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, ആ പാർവതീദേവിയോടുകൂടി ദേവദേവനായ ആ ഭഗവാൻ ശങ്കരൻ സസന്തോഷം, മുദാ വളരെയധികം സന്തോഷത്തോടുകൂടി രമിച്ച് ആ ജീവിച്ച സ്ഥലം ആയിരുന്നു, വിഹരിച്ച സ്ഥലമായിരുന്നു അത്. എന്നിട്ട് ആ കഥ പറയുകയാണ്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത? തദാ തു മുനയസ്തത്ര ശിവദർശനലാലസാ ആജഗ്മുരഥതാൻ ദൃഷ്ട്വാ ഗിരിജാ വ്രീഡിതോഭവൽ. ഈ സമയത്ത്, ആ ശങ്കരൻ വിഹരിച്ചിരുന്ന സമയത്ത് ശിവദർശനലാലസാഹ, ശിവനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, തദാതു മുനയസ്തത്ര, ചില മുനീശ്വരന്മാര്, മഹർഷിമാര് ആജഗ്മു, അവിടേക്ക് കടന്നു വന്നു. താൻ ദൃഷ്ട്വ ഗിരിജ വ്രീഡിതാഭവൻ, അത് കണ്ടപ്പോൾ ഗിരിജയ്ക്ക്, പാർവതിക്ക് വല്ലാത്ത നാണുണ്ടായി. ആത്മാരാമനായ ദേഹബോധമില്ലാത്ത സാക്ഷാൽ മഹാദേവന് ഒരു വിഷമം ഉണ്ടായില്ല, പക്ഷേ പാർവതിക്ക് വല്ലാത്ത നാണമായി, ലജ്ജ വന്നു. രമമാണൗ തു തൗ ദൃഷ്ട്വാ ഗിരിശൗ സംശിതസ്മൃത നിവൃത്ത മുനയോ ജഗ്മുർ വൈകുണ്ഠനിലയം തദാ. ഇവിടെ രമമാണൗ തു തൗ ദൃഷ്ട്വാ, ആ രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരുവരെയും കണ്ടപ്പോൾ ആ സംയമികളായ മഹർഷിമാര്, അവര് സംശിതവ്രതാഹ, അവരെന്ത് ചെയ്തു? അപ്പോൾ തന്നെ സദ്യ, ആ സമയം തന്നെ തഥാ, അപ്പോൾ തന്നെ വൈകുണ്ഠലോകത്തിലേക്ക് അവര് പോവുകയും ചെയ്തു. മഹാദേവനോ പ്രിയായ പ്രിയമന്വിച്ഛൻ, തൻ്റെ പ്രിയയായ പാർവതിക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ശിവാരണ്യം ശശാപഹ, ശിവൻ ആ കാടിനെ ശപിച്ചു. എന്താ? അദ്യാരഭ്യ വിഷേദ്യോത്ര പുമാൻ യോഷിത് ഭവേദിതി, ഇന്നു മുതൽ ഈ വനത്തിലേക്ക് വരുന്നവൻ ആരായാലും ആ പുരുഷൻ ഒരു സ്ത്രീയായിട്ട് മാറും. സ്ത്രീകൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ നാണുണ്ടാവില്ല അല്ലേ? അപ്പൊ ഈ ലീലകളാടുമ്പോൾ പുരുഷന്മാർ വന്നപ്പോഴാണ് പാർവതിക്ക് നാണുണ്ടായത്. അതുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഈ വനത്തിൽ ഇനി പ്രവേശിക്കുന്ന പുരുഷന്മാരൊക്കെ തന്നെ സ്ത്രീകളായിട്ട് മാറും എന്ന് മഹാദേവന്റെ ഉഗ്രമായ ശാപം അവിടെ ഉണ്ടായി. തത ആരഭ്യതം ദേശം പുരുഷാവർജയന്തിഹി, അന്നു മുതൽ ആ ദേശം, ആ പ്രദേശം ഉണ്ടല്ലോ, പുരുഷാവർജയന്തിഹി, പുരുഷന്മാരതിനെ ഉപേക്ഷിച്ചു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീയാവും. തത്ര പ്രവിഷ്ട സുദ്യുമ്നോ ബഭൂവ പ്രമദോത്തമ. ഇപ്പൊ പറയുകയാണ്, അതുകൊണ്ടാണ് അവിടെ എത്തിയ സുദ്യുമ്നൻ ഒരു സ്ത്രീയായിട്ട് മാറിയത്, അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് മാറിയത്. സ്ത്രീഭൂതാനനുഗാനശ്വം ബഡവാം വീക്ഷ്യ വിസ്മിത അധ സാ സുന്ദരീയോഷ വിചചാര വനേ വനേ. സ്ത്രീകളായി മാറി ഒപ്പുള്ള കൂട്ടുകാരന്മാരൊക്കെ കൂട്ടുകാരികളായി കൊണ്ടുവന്ന ആ സൈന്ധവം, സിന്ധുദേശത്തു നിന്ന് കൊണ്ടുവന്ന കുതിര സൈന്ധവം ഹയം, അതിപ്പോ എന്തായി? ഒരു ബഡവയായി മാറി, അതും പെൺകുതിരയായി മാറി എന്ന് പറയുന്നു. സുദ്യുമ്നന് വലിയ അത്ഭുതമായി. സുന്ദരിയായി മാറിയ സുദ്യുമ്നൻ വനങ്ങൾ തോറും അങ്ങനെ കറങ്ങി നടന്നു. ഏകദാ സാ ജഗാമാധ ബുധസ്യാശ്രമസന്നിധൗ ദൃഷ്ട്വാ താം ചാരു സർവാംഗിം പീനോന്നതപയോധരാം. ഇങ്ങനെ ഈ സുദ്യുമ്നൻ, സ്ത്രീയായിട്ട് മാറിയ സുദ്യുമ്നൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ബുധന്റെ ആശ്രമത്തിനടുത്തെത്തി. ആരാണ് ബുധൻ? ചന്ദ്രപുത്രനാണ് ബുധൻ. അതിസുന്ദരനാണ്, അതിബുദ്ധിമാനാണ്. അപ്പോൾ ബുധന്റെ ആശ്രമത്തിലെത്തി, അവളെ കണ്ടു. അവളുടെ
ആ ശരീര ഭംഗിയൊക്കെ പറയുന്നുണ്ട്. ഉയർന്ന മാറിടവും ആ നിറഞ്ഞ നിതംബവുമൊക്കെയായി സർവാംഗസുന്ദരിയായി അവള് ആ ആശ്രമത്തിലേക്ക്, ബുധന്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടോ ബിംബോഷ്ഠിം കുന്ദദശനാം സുമുഖീമുൽപലേക്ഷണാം അനങ്കശരവിദ്ധാംഗശ്ചകമേ ഭഗവാൻ ബുധ. ഭഗവാനായ ബുധന് അനങ്കന്റെ ശരം, അനങ്കശരപീഡിതനായി മാറി. ആരെ? അനങ്കൻ, കാമദേവൻ അല്ലേ? മഹാദേവന്റെ നേത്രാഗ്നിയിൽ കാമദേവൻ വെന്തു മരിച്ചപ്പോൾ ശരീരമില്ലാത്തവനായി മാറി കാമദേവൻ. അതുകൊണ്ടാണ് അനങ്കൻ എന്ന് പേര്. അപ്പൊ പറയുകയാണ്, ചെന്തൊണ്ടിപ്പഴത്തിന് തുല്യമായ, അതിനെപ്പോലും വെല്ലുന്ന അധരോഷ്ഠങ്ങള്, മുകൾ ഭാഗവും താഴ്ഭാഗവും ചുണ്ടിൻ്റെ. പിന്നെ അതേപോലെ തന്നെ കുരുക്കുത്തി മുല്ലമൊട്ടിന് തുല്യമായ പല്ലുകള്. അതേപോലെ അതിസുന്ദരിയായ സുമുഖിയായ ആ നീലത്താമര കണ്ണാളെ കണ്ടപ്പോൾ, കാത്വം കഞ്ചപലാശാക്ഷി എന്ന് പറയുന്നത് പോലെ ഇവിടെ ആ നീലോൽപ്പലം ആണ്. ആ നീലോൽപ്പലത്തിൻ്റെ ഇതള് പോലെ നീണ്ടിടംപെട്ട കണ്ണുകളോടുകൂടിയവൾ. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഉള്ളിൽ കാമവികാരമുണ്ടായി, അനങ്കശരപീഡിതനായി മാറി ഈ ബുധൻ എന്ന് പറയുന്നു. സാപിതം ചകമേ സുഭ്രു കുമാരം സോമനന്ദനം തതസ്തസ്യാശ്രമേ വാത്സല്യമമാണ ബുധേന സാ. അവൾക്കും ആ സോമനന്ദനം, സോമന്റെ പുത്രനായ, ചന്ദ്രന്റെ പുത്രനായ ബുധനിൽ വലിയ അഭിലാഷമുണ്ടായി എന്നാണ്. എന്നിട്ടോ അങ്ങനെ ആ പെൺകുട്ടി ബുധനോടുകൂടി രമിച്ചും കൊണ്ട് ആ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞു. അധകാലേന കിയതാ പുരൂരവസമാത്മജം സ തസ്യാം ജനയാമാസ മിത്രാവരുണ സംഭവ. ഹേ മിത്രാവരുണന്റെ പുത്ര എന്നാണ് വിളിക്കണത്. അപ്പോൾ ഇവിടെ ആ ബുധന്റെ ആരോടാ പറയണത്? സ്കന്ദൻ അഗസ്ത്യനോട് പറയാണ്, മിത്രാവരുണന്റെ പുത്രനായിരിക്കുന്ന അഗസ്ത്യ, കുറെ കാലം കഴിഞ്ഞപ്പോൾ അധകാലേന കിയത, ബുധൻ അവളിൽ പുരൂരവസ എന്ന പുത്രനെ ജനിപ്പിച്ചു. പുരൂരവസം ആത്മജം. അധവർഷേഷു യാതേഷു കദാചിൽ സാ ബുധാശ്രമേ സ്മൃത്വാ സ്വം പൂർവവൃത്താന്തം ദുഃഖിത നിർജഗാമഹ. വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? ഒരിക്കൽ അവള് ആ ബുധന്റെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തുപോയി. പൂർവ വൃത്താന്തം ഓർമ്മിച്ചു. വല്ലാത്ത ദുഃഖമായി. അപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ബുധന്റെ ആശ്രമത്തിൽ നിന്ന്. അങ്ങനെ ഗുരോരഥാശ്രമം ഗത്വാ വസിഷ്ഠസ്യ പ്രണമ്യതം നിവേദ്യവൃത്തം ശരണം യയൗ പുംസ്തമഭീപ്സതി. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സുദ്യുമ്നൻ സ്ത്രീയായി മാറിയില്ലേ? അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ബുധന്റെ ആശ്രമത്തിൽ നിന്നും പിന്നെ പോയി തങ്ങടാ അവിടെ ഗുരുവായ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ നമസ്കരിച്ചു. അതിനുശേഷം തൻ്റെ നിവേദ്യവൃത്തം, തൻ്റെ ആ വൃത്താന്തം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അതോടൊപ്പം തന്നെ ആ പുരുഷത്വം കിട്ടാൻ പുംസ്ത്വമഭീപ്സതി, എങ്ങനെയാണത് കിട്ടുക, അതിനുവേണ്ടി അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. ഇത് കേട്ടപ്പോൾ വസിഷ്ഠന് മനസ്സിലായി, ഇതിന് വേണ്ട പോലെയുള്ളൊരു പരിഹാരം കാണാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ വസിഷ്ഠോ ജ്ഞാനവൃത്താന്തോ, അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ വസിഷ്ഠൻ ഗത്വാ കൈലാസപർവ്വതം, കൈലാസപർവ്വതത്തിലേക്ക് പോയി സംപൂജ്യ ശംഭും തുഷ്ടാവ, ആ ശംഭുവിനെ, സാക്ഷാൽ മഹാദേവനെ വേണ്ട പോലെ പൂജിച്ചു. അതേപോലെ തന്നെ ഭക്തിയാ പരമായ യുത, അതീവ ഭക്തിയോടുകൂടി, പരമമായ ഭക്തിയോടുകൂടി മഹാദേവനെ പൂജിച്ച് സ്തുതിച്ചു എന്ന് പറയുന്നു. ആ വസിഷ്ഠൻ്റെ സ്തുതിയാണ് നമുക്ക് ഇനി നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ ഈ അക്ഷര നൈവേദ്യം സമർപ്പിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ
നാരായണ. ഭദ്രകാളീ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.